ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നികേഷ് പഠിക്കാനിരിക്കുന്നു. ഹരീഷും ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിധി അങ്ങനെ അവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് വേഗം ചോറും പൊതിയും ഡ്രസ്സും അളവുകോലും ഒക്കെ എടുത്ത് ഷർട്ടും മുണ്ടും ഇട്ട് പോകുന്നത് കണ്ട് നിധി ആകെ അന്തം വിട്ടു. ചേട്ടൻ എന്താ ഇങ്ങനെ പോകുന്നത്? ആർക്കിടെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഓഫീസിലേക്ക് ഈ വേഷത്തിലാണോ പോകുന്നത് എന്ന് സുഭാഷിനോട് ചോദിച്ചതും സുഭാഷ് ആകെ ചമ്മി ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് നീതു വന്ന് പറയുന്നത്, ആ ചേച്ചി അതൊന്നും മനസ്സിൽ വെച്ചു കാണില്ല, മറന്നു പോയിട്ടുണ്ടാവും, പോയി സോറി പറ എന്ന്. ഹരീഷിനാകെ ചമ്മലുണ്ട്. തലേ ദിവസം മുഖത്ത് വെള്ളം വീണ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ. നിധിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പന്തികേട്. അന്നേരം നിധി ഉമ്മറത്തിരിക്കുന്ന അച്ഛനോട് പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും ഭാസ്കരൻ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ച് ഉണ്ടെങ്കിലോ നിന്നെ കൊണ്ട് എന്തു കൂട്ടിയാൽ കൂടും എന്ന് തിരിച്ചു ചോദിച്ചതും നിധിയുടെ മുഖം വല്ലാതായി. അത് കണ്ടിട്ട് പാവം തോന്നിയിട്ടാവണം നികേഷ് പറയുന്നുണ്ട്, ഏടത്തി സ്നേഹം കൊണ്ട് ചോദിച്ചതല്ലേ, അതിന് ഇങ്ങനെയാണോ അച്ഛൻ മറുപടി പറയുന്നത് എന്ന്. അത് കേട്ടപ്പോഴേക്കും ഭാസ്കരൻ ചൂടായി എഴുന്നേറ്റ്, ആ സ്നേഹം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന് ചോദിച്ച് ഷർട്ടും കുടഞ്ഞിട്ട് സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോകുന്നു. പിന്നീട് സുധീഷും തോമസും കൂടി സംസാരിക്കുന്നു. തോമസ് ഏട്ടൻ എന്നെ ജീവിക്കാനൊന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞതും, നിനക്ക് ജോലി, അതും ഇവിടെ അല്ലേ, ആ പേരും പറഞ്ഞ് നീ സ്ഥാപനത്തിൽ വന്നു പോകരുത് എന്ന് തോമസ് ഏട്ടൻ ചീത്ത പറയുന്നു. സുധീഷ് ആകെ വല്ലാതെയായി. ഉള്ള ജോലിയും പോയി, ഇനി നിധിയെ എന്തു നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കും? നിധിയെ വിശ്വസിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? അതിന് ഇനിയും എന്തു നുണയാണ് പറയുക എന്ന് ആലോചിച്ച് വിഷമിച്ചു നിൽക്കുന്ന സുധീഷിനെയാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.